കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളുടെ ഷോർട്ട് കട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് ഷോർട്ട് കട്ടുകൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷന്റെ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി ഞാൻ എന്റെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനിത് ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കിയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക? അത് നിങ്ങൾ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഇതിൽ ഏറ്റവും മുകളിലായിട്ട് ഈ ആപ്ലിക്കേഷൻ ഓൺ ആക്കാനുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ആദ്യം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓൺ ആക്കുക. ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം പൊസിഷൻ ഒന്ന് ഓപ്പൺ ആക്കാം. പൊസിഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുകൾ ലഭിക്കും. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ അതോ ഏറ്റവും താഴെ സൈഡിലായിട്ടാണോ ഷോർട്ട് കട്ട് വേണ്ടതെന്ന് ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോൾ ഏറ്റവും താഴെ സൈഡിലായിട്ടൊരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണ്. നോക്കുക, മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറെ അധികം ഷോർട്ട് കട്ടുകൾ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും നിങ്ങൾക്ക് ഇവിടെ സാധിക്കും. വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും. ഫ്ലാഷ് ലൈറ്റിന്റെ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതേപോലെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് റൈറ്റ് സൈഡിലാണ് ഓപ്ഷൻ വേണ്ടതെങ്കിൽ ഇതേപോലെ റൈറ്റ് സൈഡിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ബോട്ടമാണ് സെലക്ട് ചെയ്തത്. കാരണം ഏറ്റവും താഴെ സൈഡിൽ ഈ ഷോർട്ട് കട്ട് കൊടുക്കുന്നതാണ് എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നിയത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇവിടെ ഒന്നും സൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഈ കാണുന്ന ഷോർട്ട് കട്ട് ബാറിന്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ കളറിൽ നിന്നും ഈ ഷോർട്ട് കട്ട് ബാറിന്റെ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ സാധിക്കും. നോക്കുക, നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അത് ഇതേപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ ഷോർട്ട് കട്ട് ബാറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ കറണ്ട് വാൾപേപ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നോക്കുക, ഇപ്പോൾ ഈ ഫോണിൽ ഇട്ടിരിക്കുന്ന വാൾപേപ്പർ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഡീഫോൾട്ട് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നോക്കുക, മറ്റൊരു കളറിൽ ഈ ഷോർട്ട് കട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് വന്നു. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതൊരു ട്രാൻസ്പെറന്റ് ആണ്. ഇനിയും അടുത്തതായിട്ട് നമുക്കിവിടെ ആഡ് ഫേവറേറ്റ് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഈ ആപ്ലിക്കേഷനിൽ. ഇവിടെ നിങ്ങൾക്ക് 4 ആപ്ലിക്കേഷനുകൾ ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 4 ആപ്ലിക്കേഷനുകൾ ഇവിടെ സെറ്റ് ചെയ്യുക. വളരെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനുകളിൽ എത്താനായിട്ട് ഈ ഷോർട്ട് കട്ടിലൂടെ സാധിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് യൂട്യൂബ്. അത് സെറ്റ് ചെയ്തു. അതിനുശേഷം അടുത്തതായിട്ട് 2ാം സ്ഥാനത്തുള്ളത് വാട്സപ്പ് ആണ്. 3ാമതായിട്ട് ഉപയോഗിക്കുന്നത് ഫേസ്ബുക്ക് ആണ്. 4ാമത്തെ ആപ്ലിക്കേഷൻ പേജ് മാനേജർ. ഈ 4 ആപ്ലിക്കേഷനുകളും ഞാനിവിടെ സെറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കൊന്ന് നോക്കാം ഈ ആപ്ലിക്കേഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഷോർട്ട് കട്ട് ബാറിന്റെ ഏറ്റവും താഴെയായിട്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത 4 ആപ്ലിക്കേഷനുകൾ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇതിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, സ്ക്രീൻ ടൈം ഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് വളരെ പെട്ടെന്ന് സ്ക്രീൻ ടൈം ഔട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. നോക്കുക, ഇവിടെ 30 സെക്കൻഡ് ഞാൻ കൊടുത്തു. ഇനി നിങ്ങൾക്ക് 1 മിനിറ്റ് വേണമെങ്കിൽ 1 മിനിറ്റ് കൊടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കുറേ ഓപ്ഷനുകൾ ഇവിടെ ലഭിക്കും. അതിനോടൊപ്പം തന്നെ ചൂസ് മ്യൂസിക് പ്ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മ്യൂസിക് പ്ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് പ്ലെയർ ഓപ്പൺ ആക്കാതെ തന്നെ സോങ്സ് കേൾക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള മ്യൂസിക് പ്ലെയർ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ മ്യൂസിക് പ്ലെയർ സെറ്റ് ചെയ്തു. അതിനുശേഷം ബാക്ക് ചെയ്തു. ഇനി നമുക്ക് നോക്കുക, ഇവിടെ ഫോണിലുള്ള മ്യൂസിക് പ്ലെയർ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് സോങ്സ് പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വൈബ്രേഷൻ, ഷോ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്തിടാം, അല്ല എന്നുണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. എന്തായാലും ഞാനത് എനേബിൾ ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നാൽ ഈ ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താൻ കാരണം ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ കാണാൻ സാധിക്കും iOS ൽ ലഭിക്കുന്ന അതേപോലെയുള്ള മനോഹരമായിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.